പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വീണ്ടും ആശങ്കയുടെ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് ഇറാൻ അതിർത്തിക്കുള്ളിൽ കനത്ത വെടിവയ്പും സൈനികർക്ക് നേരെയുള്ള ആക്രമണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇറാന്റെ പരമാധികാരത്തിനും ആഭ്യന്തര സുരക്ഷയ്ക്കും വലിയ വെല്ലുവിളി ഉയർത്തുന്ന തരത്തിലുള്ള ഒരു സായുധ ആക്രമണമാണ് രാജ്യത്തിന്റെ പടിഞ്ഞാറൻ അതിർത്തി മേഖലയിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ സംഭവം മേഖലയിലെ വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങളെ സ്വാധീനിക്കാൻ പോകുന്ന ഒന്നാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാന്റെ അതിശക്തമായ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ 2 ഉദ്യോഗസ്ഥരാണ് ഈ അപ്രതീക്ഷിത ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കെർമാൻഷാ പ്രവിശ്യയിലെ പാവെ കൗണ്ടിയിൽ വെച്ചുണ്ടായ ഭീകരാക്രമണത്തിൽ മറ്റ് 2 സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഔദ്യോഗിക വൃത്തങ്ങൾ ഈ സംഭവത്തെ ഒരു ആസൂത്രിത ഭീകരാക്രമണം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആക്രമണം നടന്ന ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇറാഖ് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കെർമാൻഷാ പ്രവിശ്യ ചരിത്രപരമായി തന്നെ അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ്. അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റങ്ങൾക്കും സായുധ ഗ്രൂപ്പുകളുടെ സാന്നിധ്യത്തിലും പേരുകേട്ട ഈ പ്രദേശത്ത് ഉണ്ടായ ആക്രമണം ഇറാന്റെ അതിർത്തി സുരക്ഷയിലെ ചില ആശങ്കകളിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഈ ആക്രമണം നടന്ന സമയമാണ് അന്താരാഷ്ട്ര നിരീക്ഷകർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ടെഹ്റാനും അമേരിക്കയും തമ്മിൽ നിലവിൽ ഒരു താൽക്കാലിക വെടിനിർത്തൽ ധാരണ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ രക്തച്ചൊരിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. നയതന്ത്ര തലത്തിൽ ചർച്ചകൾ മുന്നോട്ടു പോകുമ്പോൾ ഇത്തരമൊരു ആക്രമണം ഉണ്ടായത് ഈ വെടിനിർത്തൽ പ്രക്രിയയെ അട്ടിമറിക്കാൻ ലക്ഷ്യമുള്ളതാണോ എന്ന സംശയം ശക്തമാണ്. തങ്ങളുടെ 2 ധീരരായ സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തെ IRGC അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച കറുത്ത ശക്തികളെ കണ്ടെത്താൻ വിപുലമായ ഒരു അന്വേഷണത്തിന് IRGC നേതൃത്വം ഇതിനകം തന്നെ ഉത്തരവിട്ടിട്ടുണ്ട്. പ്രദേശത്ത് തെരച്ചിൽ ശക്തമാക്കുകയും സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ കർശനമാക്കുകയും ചെയ്തിരിക്കുകയാണ് സൈന്യം. ഈ വർഷം ജനുവരിയിൽ ഇറാനിലുടനീളം ആഞ്ഞടിച്ച വൻ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് ശേഷമുള്ള പശ്ചാത്തലത്തിലാണ് ഈ പുതിയ ആക്രമണം എന്നതും ശ്രദ്ധേയമാണ്. ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭങ്ങളെ തുടർന്ന് രാജ്യത്തുടനീളം കനത്ത സുരക്ഷാ നിരീക്ഷണവും അടിച്ചമർത്തലുകളും ഇറാൻ അധികൃതർ നടപ്പിലാക്കി വരികയായിരുന്നു. ആഭ്യന്തരമായി രാജ്യം ഒരു വലിയ രാഷ്ട്രീയ സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ഈ സായുധ ആക്രമണം. ജനുവരിയിലെ പ്രക്ഷോഭങ്ങൾ ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ ക്രമീകരണങ്ങളെ വലിയ രീതിയിൽ ഉലച്ചിരുന്നു. ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ വലിയ പ്രതിഷേധങ്ങളെ നേരിടാൻ ഭരണകൂടത്തിന് വലിയ തോതിൽ സൈനിക ശക്തി ഉപയോഗിക്കേണ്ടി വന്നു. ഈ ആഭ്യന്തര അസ്വസ്ഥതകൾക്കിടയിൽ രാജ്യസുരക്ഷ ഉറപ്പാക്കുക എന്നത് ഇറാൻ ഭരണകൂടത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായി തുടരുകയാണ്. രാജ്യത്തിന്റെ പരമാധികാരത്തിന് ഭീഷണിയാകുന്ന നിരവധി ചാരശൃംഖലകളെയും വിദേശ പിന്തുണയുള്ള വിദ്വേഷ ഗ്രൂപ്പുകളെയും തങ്ങൾ തകർത്തതായി ഇറാൻ സുരക്ഷാ ഏജൻസികൾ നിരന്തരം അവകാശപ്പെടുന്നുണ്ട്. ദേശീയ സുരക്ഷ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി നടക്കുന്ന പരിശോധനകളിൽ പല വിദേശ ഏജന്റുകളും പിടിയിലായതായും ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനിടയിലാണ് ഭരണകൂടത്തെ ഞെട്ടിച്ചുകൊണ്ട് പുതിയ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കെർമാൻഷാ പ്രവിശ്യയിലെ കുർദിഷ് വംശജരുടെ സാന്നിധ്യവും അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ സാഹചര്യങ്ങളും ഈ ആക്രമണത്തിന് പിന്നിലുണ്ടോ എന്ന് അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. കേന്ദ്ര ഭരണകൂടത്തോട് ദീർഘകാലമായി വിയോജിപ്പുള്ള ചില സായുധ ഗ്രൂപ്പുകൾ ഈ അതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ്. ഇവരെ വിദേശ ശക്തികൾ ആയുധവും പണവും നൽകി സഹായിക്കുന്നുണ്ടെന്നാണ് ഇറാന്റെ ആരോപണം. ഇറാൻ ഇപ്പോൾ ഒരേ സമയം പല മുന്നണികൾ പോരാടേണ്ടി വന്നിരിക്കുന്നത്. ഒരു വശത്ത് ഇസ്രായേൽ, അമേരിക്ക തുടങ്ങിയ അന്താരാഷ്ട്ര ശക്തികളിൽ നിന്നുള്ള ഭാഗ്യഭീഷണികളും മറുവശത്ത് രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെയുള്ള വിമത ഗ്രൂപ്പുകളുടെ സായുധ നീക്കങ്ങളും ഇറാന് വലിയ തലവേദന സൃഷ്ടിക്കുന്നു. ഈ ഇരട്ട ഭീഷണികളെ എങ്ങനെ ഒരേ സമയം പ്രതിരോധിക്കുമെന്നതിലാണ് ഇറാന്റെ ഭാവി ഇരിക്കുന്നത്. നിലവിലെ US ഇറാൻ വെടിനിർത്തൽ കരാറിനെ ഈ സംഭവം എങ്ങനെ ബാധിക്കുമെന്നത് നയതന്ത്ര ലോകം ഉറ്റുനോക്കുകയാണ്. ഇറാന്റെ ഉള്ളിലെ കടുത്ത നിലപാടുകാരായ നേതാക്കൾ ഈ ആക്രമണത്തെ മുൻനിർത്തി അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കുമെതിരെ കൂടുതൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ ഭരണകൂടത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തിയേക്കാം. ഇത് നയതന്ത്ര ചർച്ചകളുടെ വഴിയടയ്ക്കാൻ കാരണമായേക്കാം. ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ ഈ സംഭവത്തിന് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങളെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടാൻ അവർ ശ്രമിക്കുന്നു. ജനങ്ങളിൽ ഒരു ദേശീയ വികാരം ഉണർത്താനും നിലവിലുള്ള കടുത്ത സുരക്ഷാ നടപടികളെ ന്യായീകരിക്കാനും ഭരണകൂടം ഈ അവസരം ഉപയോഗിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ മൊത്തത്തിലുള്ള ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളെ സ്വാധീനിക്കാൻ പോകുന്നതാണ് ഇറാൻ അതിർത്തികളിൽ ഉണ്ടാകുന്ന ചെറിയ ചലനങ്ങൾ പോലും. ഇറാഖ്, സിറിയ, ലെബനൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ശക്തമായ സ്വാധീനമുള്ള ഇറാൻ ആഭ്യന്തരമായി ബലഹീനമായാൽ അത് ആ രാജ്യങ്ങളെയും സായുധ ഗ്രൂപ്പുകളുടെ നിലനിൽപ്പിനെയും ബാധിക്കും. അതുകൊണ്ട് തന്നെ അയൽ രാജ്യങ്ങളും ഈ സംഭവ വികാസങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. IRGCയെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു വിദേശ പ്രതിരോധ സേന എന്നതിനപ്പുറം രാജ്യത്തിന്റെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കാവലാളായാണ് അവർ പ്രവർത്തിക്കുന്നത്.
അതുകൊണ്ട് തന്നെ അവർക്ക് നേരെയുണ്ടാകുന്ന ഓരോ ആക്രമണവും ഭരണകൂടത്തിന് നേരെയുള്ള നേരിട്ടുള്ള വെല്ലുവിളിയായാണ് കണക്കാക്കപ്പെടുന്നത്. സൈന്യത്തിന്റെ ആത്മവിശ്വാസത്തെ ബാധിക്കാതിരിക്കാൻ കടുത്ത പ്രത്യാക്രമണത്തിന് അവർ മുതിർന്നേക്കാം. അത്യാധുനിക പരിശീലനം ലഭിച്ച IRGC കമാൻഡോകൾക്ക് നേരെ അതിർത്തി ഗ്രാമത്തിൽ വെച്ച് ഇത്തരമൊരു ആക്രമണം നടത്താൻ കഴിഞ്ഞു എന്നത് അക്രമികളുടെ കൃത്യമായ ആസൂത്രണത്തെയാണ് കാണിക്കുന്നത്. സൈന്യത്തിന്റെ ചലനങ്ങളെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ അക്രമികൾക്ക് ചോർന്നു കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യവും അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. ആഭ്യന്തരമായി ആരെങ്കിലും ഇവരെ സഹായിച്ചിട്ടുണ്ടോ എന്ന കാര്യവും തള്ളിക്കളയാനാവില്ല. വരും ദിവസങ്ങളിൽ ഇറാന്റെ പടിഞ്ഞാറൻ അതിർത്തികളിൽ സൈനിക സാന്നിധ്യം ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതോടെ ആക്രമണത്തിന് പിന്നിലെ യഥാർത്ഥ പ്രതികളും അവരുടെ അന്താരാഷ്ട്ര ബന്ധങ്ങളും വ്യക്തമാകും. ബാഹ്യശക്തികളുടെ ഇടപെടലുകൾ തെളിയിക്കപ്പെട്ടാൽ അത് മേഖലയിൽ പുതിയൊരു സായുധ സംഘർഷത്തിന് കൂടി കാരണമായേക്കാം. സുരക്ഷാ പരീക്ഷണങ്ങളുടെയും നയതന്ത്ര ചതുരംഗ കളിയുടെയും നടുവിലാണ് ഇന്ന് ഇറാൻ നിൽക്കുന്നത്. ജനങ്ങളുടെ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിനൊപ്പം തന്നെ രാജ്യത്തിന്റെ അതിർത്തികൾ കാക്കുക എന്ന ഇരട്ട ദൗത്യം ഇറാൻ സൈന്യത്തിന് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. പാവെ കൗണ്ടിയിലെ രക്തച്ചൊരിച്ചിൽ ഇറാന്റെ വരുംകാല രാഷ്ട്രീയ നയങ്ങളെല്ലാം എങ്ങനെ മാറ്റിയെഴുതുമെന്ന് പ്രവചിക്കുക സാധ്യമല്ല.